എടോ, റമദാൻ തുടങ്ങാറായില്ലേ? അപ്പൊ നമുക്ക് ഇന്ന് റമദാനിലൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? എന്നാൽ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. എടോ, ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനേ ഞാനിവിടെ കുറച്ച് പപ്പായ ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തേക്കുക. ഒരു പപ്പായയുടെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തങ്ങ് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു 1.5 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മുന്നേ ഒന്ന് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാട്ടോ. ഇതിന്റെ കൂടെ ഞാനിവിടെ കുറച്ച് ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. അപ്പം ഇതും കൂടെ ചേർത്ത് ഇനി കൂടെ അതിലേക്ക് കുറച്ച് ഐസ്ക്രീം ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു വലിയ സ്പൂണിൽ ഒരു 3 സ്പൂൺ ഐസ്ക്രീം എടുക്കുന്നുണ്ട്. അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഐസ്ക്രീം ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. വേണമെങ്കിൽ പാലിന്റെ അളവ് കുറച്ചിട്ട് ഐസ്ക്രീം കുറച്ചും കൂടെ അധികമായിട്ട് എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് മാറ്റി ഒക്കെ എടുത്താൽ മതിയാവും. പിന്നെ മധുരം ഇനി എക്സ്ട്രാ നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഐസ്ക്രീമിനകത്തും ഈ പപ്പായക്കകത്തൊക്കെ ഓൾറെഡി മധുരം ഉള്ളതാണ്. അതുകൊണ്ട് ഇനി മധുരം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ട് വരും കേട്ടോ. ഈ പപ്പായക്ക് കിട്ടുന്ന സമയത്ത് ജ്യൂസ് മാത്രം ഉണ്ടാക്കാതെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഈ നോമ്പ് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. പിന്നെ ഈ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഇതുപോലെ ഡ്രിങ്ക് കഴിച്ചാൽ അത് മതിയാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇനി റെസിപ്പിയുമായി വീണ്ടും കാണാം.